ഗുഡ് മോർണിംഗ് ടു ഓൾ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് അധികം പേരും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മളത് നെക്സ്റ്റ് ദിവസത്തേക്ക് മാറ്റി വെക്കുന്നു. ഇനിയിപ്പോ അടുത്ത മാസം ആകുമ്പോൾ നമുക്ക് ഫസ്റ്റ് പീരിയോഡിക് ടെസ്റ്റ് വന്നു. അതുകൊണ്ട് എല്ലാ കുട്ടികളും പറഞ്ഞ ദിവസം തന്നെ അത് പഠിക്കാൻ ശ്രദ്ധിക്കണം, ഏത് സബ്ജക്റ്റ് ആയാലും. ഓക്കെ കേട്ടോ? അപ്പൊ ഇന്ന് നമുക്ക് കഴിഞ്ഞ നമ്മള് മൂന്നാമത്തെ പാഠം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അല്ലെ? പാട്ട് പഠിച്ചില്ലേ? അപ്പൊ അതിന്റെ പഠന പ്രവർത്തനങ്ങളുണ്ട്. ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, ലിസൺ ഹിയർ. എല്ലാരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോ? ഓക്കെ, ശ്രദ്ധിക്കണേ. അപ്പൊ ഫസ്റ്റ് വൺ, നമ്മുടെ പഠന പ്രവർത്തനങ്ങളുടെ ഫസ്റ്റ് വൺ, ഈ പാട്ടിന് പാടണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാവർക്കും ക്ലിയർ ആയിരുന്നില്ലേ? ഒന്ന് കാണിച്ച് തമ്പ് കാണിച്ച് എല്ലാവരും ഒന്ന് എസ് ആണെങ്കിൽ. പാഠം 3 ഓമനെ നീ ഉറങ്ങ് അല്ലെ? അത് ഒരു താരാട്ട് പാട്ടായിരുന്നു. ഓമനെ നീ ഉറങ്ങൻ മിഴി വണ്ടിണ തൂമലർ തേൻകുഴമ്പെന്റെ തങ്കം, ആടിയും പാടിയും ചാടിയും ഓടിയും വാടിയും വീടും മുഖരമാക്കി, വാടി വിയർത്ത മുഖാംബുജത്തോടെന്നെ തേടി നീ അന്തിയിൽ വന്ന നേരം, നിൻ കവിൾ തങ്കത്തകിട്ടിങ്കൽ പിഞ്ചുമ്മ എൻ കണ്ണിലുണ്ണി ഞാൻ എത്ര വച്ചു, ആരോമൽ പൈതലേ ഞാൻ എത്ര നിന്നെ എൻ മാറോടണച്ചു പുണർന്നു നിന്നു, ഓമനെ നീയുറങ്ങൻ മിഴി വണ്ടിണത്തു മലർത്തേൻ കുഴമ്പെന്റെ തങ്കം. തങ്കത്തിന് അമ്മയുടെ കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കുകയാണ്. ഇപ്പൊ കുഞ്ഞിന്റെ ഓരോ കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയിന്ന് മിസ് വിചാരിക്കുന്നു കേട്ടോ. അപ്പോ എല്ലാവരും അത് പാടാൻ നല്ലപോലെ പഠിക്കണം. ഇനി പഠിക്കാൻ അങ്ങോട്ട് വെച്ച് അവിടെ എഴുതിയത് അവിടെ വെക്കരുത്. ആ ടേൺ ടൈമിൽ തന്നെ നിങ്ങളെല്ലാം പഠിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ? അപ്പോ നെക്സ്റ്റ്, അപ്പൊ പഠന പ്രവർത്തനങ്ങളില് ഫസ്റ്റ് പദം പരിചയപ്പെടാം എന്നാണ്. പദം പരിചയപ്പെടാം അല്ലെ? അന്തി. അന്തി എന്ന വാക്കിന്റെ അർത്ഥം എന്താ? മിസ് ക്ലാസ് ടൈമിൽ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേർക്കെങ്കിലും ഓർമ്മയുണ്ട് നോക്കട്ടെ. എന്താ ടോഷിൻ അന്തി എന്ന് പറഞ്ഞ അർത്ഥം? കുറെ പേർക്ക് അറിയാ, കൈപൊക്കുന്നുണ്ട്. ടോഷിൻ പ്ലീസ് അൺമ്യൂട്ട്. എന്താ അന്തി എന്ന് പറഞ്ഞ അർത്ഥം? അൺമ്യൂട്ട് ചെയ്യുമോനെ. അന്തി എന്താണ് അന്തിയുടെ അർത്ഥം? അറിയില്ല. ടോഷി ശ്രദ്ധിച്ചിട്ടില്ല ക്ലാസ് ലൈവില്? കേൾക്കുന്നില്ല മോൻ പറയുന്നത്. എന്താ അലൻ അന്തി? അലൻ മാത്യു. സന്ധ്യ. ഓക്കെ, അന്തി സന്ധ്യ അല്ലെ? അന്തി എന്ന പദത്തിന്റെ അർത്ഥം എന്താ? സന്ധ്യ അല്ലെ? അന്തിയിൽ എത്തുന്നേരെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ, അന്തി സന്ധ്യ. നെക്സ്റ്റ് തൂമലർ. തൂമലർ എന്ന വാക്കിന്റെ അർത്ഥം എന്താ പറഞ്ഞത് മിസ്? എത്ര പേർക്കറിയാം? തൂമലർ. മലർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിഹാരക്കറിയാ, റിലു, ആബിദ്, പിന്നെ ആർക്കൊക്കെ അറിയാ? പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ആശയത്തിന് അറിയാം. ഓക്കെ, കുറെ പേർക്ക് അറിയാം അല്ലെ? അപ്പൊ എന്താണ് മലർ? മലർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൂവ്. ഓക്കെ ബെനീറ്റ, മലർ പൂവ്. അപ്പൊ തൂമലർ എന്ന് പറഞ്ഞാൽ തൂമണം, തൂമലർ എന്നൊക്കെ പറഞ്ഞാൽ നല്ലത് എന്നാ ഉദ്ദേശിക്കുന്നത്. തൂമണം എന്ന് പറഞ്ഞാൽ നല്ല മണം, തൂമലർ നല്ല പൂവ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താ? നല്ല പൂവ്. ടെക്സ്റ്റിൽ നിങ്ങൾ അന്നേരം തന്നെ പെൻസിൽ കൊണ്ട് എഴുതണം കേട്ടോ. മിസ് പറയുന്ന ടൈമിൽ അത് എഴുതിയേ. അന്തി സന്ധ്യ. അന്തി സന്ധ്യ. അന്തി സന്ധ്യ.
നല്ല മണം. തൂമലർ നല്ല പൂവ്. മണം എന്തിന്റെ കൂടെ തൂ കൂട്ടുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ മണത്തിന്റെ കൂടെ തൂന്ന് കൂടെ നല്ല മണം, തൂമണം, നല്ല മണം എന്നാണ്. പക്ഷെ ഇത് തൂമലർ എന്ന് പറഞ്ഞാൽ നല്ല പൂവ്. മലർ എന്ന് പറഞ്ഞാൽ പൂവ് എന്നർത്ഥം. ഓക്കെ, എല്ലാവരും എഴുതിയോ? നെക്സ്റ്റ് എന്താ? പുണരുക. പുണരുക നമ്മൾ എന്നാ പറഞ്ഞേ? എന്താ കവിതയിൽ പുണരുക എന്നതിന് അർത്ഥം? ഓക്കെ, ജെവിൻ അറിയാം അല്ലെ? ജെവിൻ, എന്താ ജെവിൻ അർത്ഥം? ജെവിൻ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ, എന്താ പുണരുക എന്നതിന്റെ അർത്ഥം? എന്താ? ഞാൻ അതല്ല രണ്ടാമത്തെ അർത്ഥ തൂമലർ നല്ല പൂവ്. എഴുത്, നല്ല പൂവ്. അപ്പൊ എന്താ അർത്ഥം പുണരുക? ആർക്കറിയാം പുണരുക എന്നതിന്റെ അർത്ഥം? ആസിഫ് സഫക്കറിയാം. എന്താ ആസിയ? കെട്ടിപ്പിടിക്കുക. ഓക്കെ, ഗുഡ്. കെട്ടിപ്പിടിക്കുക, പുണരുക അല്ലെ? എന്താണ് അന്തി ഞാൻ എത്തേരം പുണരുക എന്നുള്ളതില്ലേ നമ്മളെ പാട്ടില്? ഓക്കെ, പുണരുക. മാറോടണച്ചു, പുണർന്നു, നിന്നു എന്ന് പഠിപ്പിച്ചിട്ടില്ലേ? പുണരുക, കെട്ടിപ്പിടിക്കുക. എഴുതി എല്ലാവരും? വൃത്തിയെഴുതണേ. പുണരുക, കെട്ടിപ്പിടിക്കുക. എഴുതി എല്ലാവരും? നെക്സ്റ്റ് മാറോടണയ്ക്കുക അല്ലെ? എന്താ അർത്ഥം മാറോടണയ്ക്കുക പറഞ്ഞാല്? അലനി അറിയാം അല്ലെ? അലൻ, ഓക്കെ, നെഞ്ചോട് ചേർക്കുക. മാറോടണയ്ക്കുക, നെഞ്ചോട് ചേർക്കുക. എഴുതി എല്ലാവരും? മാറോടണയ്ക്കുക, നെഞ്ചോട് ചേർക്കുക. റിലു എഴുതിയോ? റിലു മാറോടണയ്ക്കുക, നെഞ്ചോട് ചേർക്കുക. അതിലെഴുതിയ എല്ലാവരും ടെക്സ്റ്റിലുള്ള കുട്ടികൾ മുഴുവൻ എഴുതിയേ. നെക്സ്റ്റ് എന്താ? മിഴി. മിഴി, മിഴി എന്താ? ഓക്കെ, മിഴി. മിഴി, കണ്ണ്. ഓക്കെ, കണ്ണ്. മിഴി, കണ്ണ്. മാൻമിഴി എന്നെല്ലാം കേട്ടിട്ടുണ്ടോ? നല്ല കണ്ണ് ഉള്ളവര്. മാനിന്റെ മിഴിയോട് കൂടിയവൾ ആരോ അവൾ. എഴുതിയോ? മിഴി, കണ്ണ്. നെക്സ്റ്റ് എന്താ? മിഴി കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്? മുഖരമാക്കുക. മുഖരമാക്കുക ക്ലാസ് ടൈമിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. മുഖരമാക്കുക എന്നതിന്റെ അർത്ഥം. മുഖരമാക്കുക പറഞ്ഞ എന്താ അർത്ഥം? ഓക്കെ, ഒച്ചയുണ്ടാക്കുക അല്ലെ? ശബ്ദമുണ്ടാക്കുക. 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 മുഖരമാക്കുക, ശബ്ദമുണ്ടാക്കുക. ജോയൽ, ജോയലിന് ക്ലിയറില്ല. മുഖരമാക്കുക, ശബ്ദമുണ്ടാക്കുക. എഴുതി എല്ലാവരും? നെക്സ്റ്റ് മുഖാംബുജം. മുഖാംബുജം എന്താ? മുഖാംബുജം. ഓക്കെ, നിഹാര പറഞ്ഞോ? മുഖമാകുന്ന മുഖമാകുന്ന താമര, അതാണ് മുഖാംബുജം. എഴുതിയേ?
അംബുജം എന്ന് പറഞ്ഞാൽ താമരയാണ് കേട്ടോ. മുഖാംബുജം മുഖമാകുന്ന താമര. എഴുതി എല്ലാവരും? ജോയൽ എഴുതുന്നില്ലേ മോനെ? ഓക്കെ, എഴുതിയെല്ലാം കഴിഞ്ഞോ? ഇതാരതാ സൗണ്ട് വരുന്നത്? ഓക്കെ, അപ്പോ മുഖാംബുജം മുഖമാകുന്ന താമര. നെക്സ്റ്റ് വാടി. വാടി പറഞ്ഞ എന്താ? പൂന്തോട്ടം അല്ലേ? ഓക്കെ, വാടി പൂന്തോട്ടം. പൂന്തോട്ടത്തിന് ഉദ്യാനം എന്നൊക്കെ പറയാട്ടോ. വാടി പൂന്തോട്ടം. സെൽന കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ പോയി? സെൽന അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. സോറി, അൺമ്യൂട്ട് ചെയ്തേ മോളെ. റേഞ്ച് പ്രോബ്ലം ആയിരുന്നു. ഏതിന്റെ റേഞ്ച് പ്രോബ്ലം? ഓക്കെ, അപ്പൊ എന്താ നെക്സ്റ്റ്? വാടി നമ്മൾ എഴുതിയല്ലേ? പൂന്തോട്ടം. വാടി പൂന്തോട്ടം. നെക്സ്റ്റ് ഉത്തരം കണ്ടെത്തുകയാണ് അല്ലേ? ഉത്തരം കണ്ടെത്തുകയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഒന്ന് വായിച്ചു നോക്കിയേ. ആരാ ഒന്ന് വായിക്കുന്നേ? ബെനീറ്റ ഒന്ന് ആ ക്വസ്റ്റ്യൻ വായിച്ചേ. വായിച്ചേ. കേൾക്കുന്നില്ല. ബെനീറ്റക്ക് ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? നോ, ആവണിക്കൊന്നും കേൾക്കുന്നില്ല. എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ ബെനീറ്റ. സൗണ്ട് കേൾക്കുന്നില്ല അവിടുന്ന് ഇങ്ങോട്ട്. ആവണി ഒന്ന് വായിച്ചേ മോളെ അത്. കവിതയിലെ അമ്മ ആരോടാണ് സംസാരിക്കുന്നത്? കവിതയിലെ അമ്മ ആരോടാണ് സംസാരിക്കുന്നത്? ജെവിൻ എന്നാ അതിന്റെ ഉത്തരം പറഞ്ഞേ. കവിതയിലെ അമ്മ ആരോടാണ് സംസാരിക്കുന്നത്? ടീച്ചർ പറഞ്ഞതിന്റെ മുഖാംബുജത്തിന്റെ അർത്ഥം ഏതാ? മുഖമാകുന്ന താമര. എഴുത്. അവിടെ എത്തിത്രയോ? എന്നാ അന്നേരം ചോദിക്കണ്ടേ. മുഖമാകുന്ന താമര, മുഖാംബുജം, മുഖമാകുന്ന താമര. കൈസ് എഴുതിയ മോനെ. ഇനി ആരെങ്കിലും ഇത്രയും അർത്ഥം എഴുതാത്തവരുണ്ടോ ഇപ്പോ? വേഗം എഴുതിയേ. ജെവിൻ, ആസിയ, സഫ എന്തോ പറയാനുണ്ടോ? ആസിയ, ഉത്തരം പറയാൻ വേണ്ടിട്ടാണ്. അതെയാ? ഓക്കെ. കവിതയിലെ അമ്മ ആരോടാണ് സംസാരിക്കുന്നത്? കുട്ടിയോട് അല്ലേ? തന്റെ കുട്ടിയോടാണ് കവിതയിലെ അമ്മ സംസാരിക്കുന്നത് അല്ലേ? തന്റെ കുട്ടിയോട്. നിങ്ങൾ അത് എഴുതൊന്നും വേണ്ട. മിസ് ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ സെൻഡ് ചെയ്ത് തരാം വാട്സപ്പില്. അപ്പൊ ആ ടൈം ഞാൻ ഇന്ന് സെൻഡ് ചെയ്ത് തരും വാട്സപ്പില് കേട്ടോ. ഈ മൂന്നാമത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പൊ സെൻഡ് ചെയ്ത് തരും കേട്ടോ, ക്ലാസ് കഴിഞ്ഞ ഉടനെ. എന്തേ അലൻ? ഒരു മിനിറ്റ്, ആ ഗ്രൂപ്പിൽ ഇട്ട് തരാം, നോട്ട് ഇട്ട് തരാം. ഈ പഠന പ്രവർത്തനങ്ങൾ വായിച്ചു കഴിയണ്ടേ, അത് കഴിഞ്ഞാൽ ഇടാൻ പറ്റും.
എന്തേ അലൻ? അലൻ സാംസൺ എന്തേ? ആദ്യത്തെ രണ്ടെണ്ണം കിട്ടിയിട്ടില്ല. അർത്ഥാണോ? മോൻ വരാൻ ലേറ്റ് ആയോ? അപ്പൊ പദം പരിചയപ്പെടാന്നുള്ളതില് ഫസ്റ്റ് വൺ അന്തി സന്ധ്യ. അന്തി സന്ധ്യ. നെക്സ്റ്റ് തൂമലർ നല്ല പൂവ്. തൂമലർ നല്ല പൂവ്. ഇനിയുണ്ടോ മോനെ? ഇനിയുണ്ടോ കിട്ടാതെ? ഉണരുക മുതൽ എഴുതിയോ? കെട്ടിപ്പിടിക്കോ. ഇത് ഞാൻ നോട്ട് തരും, നോട്ട് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ടെക്സ്റ്റ് ഇപ്പൊ തന്നെ കംപ്ലീറ്റ് ആക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ ഉത്തരം കണ്ടെത്തുകയില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കവിതയിലെ അമ്മ ആരോടാണ് സംസാരിക്കുന്നത്? തന്റെ കുട്ടിയോടാണ് കവിതയിലെ അമ്മ സംസാരിക്കുന്നത്. അല്ലേ? എല്ലാവർക്കും അറിയാലോ അത്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ആരാ ഒന്ന് വായിക്കുന്നേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അലൻ വായിക്കുന്നോ? വായിക്കേ. അലൻ പി സാംസൺ വായിച്ചോ? Miss, I have no textbook. നോ, സോറി മോനെ. ബുക്ക് വന്നാ അറിയിക്കാട്ടോ. നെക്സ്റ്റ് എന്നാ റിലു വായിച്ചേ. റിലു മുടികെട്ടേന്ന് റിലു വായിച്ചേ? ഇല്ല, അത് അൺമ്യൂട്ട് ചെയ്തു. ഓമനയുണ്ണി വാടിയും ഇടിയും വീണ്ടും മുഖരമാക്കിയത് എങ്ങനെയാ വായിക്കേണ്ടത്? ഓമനയുണ്ണി വാടിയും വീടും മുഖരമാക്കിയത് എങ്ങനെ? ഓമനയുണ്ണി വാടിയും വീടും മുഖരമാക്കിയത് എങ്ങനെ? എങ്ങനെയാ സന? അൺമ്യൂട്ട് ചെയ്യുമ്പോളെ. എങ്ങനെയാണ് ഓമനയുണ്ണി വാടിയും വീടും മുഖരമാക്കിയത്? വാടി എന്ന് പറഞ്ഞ ഉദ്യാനം, വീട് അറിയാലോ നിങ്ങൾക്ക്. ഉദ്യാനവും വീടും എങ്ങനെയാണ് ശബ്ദം ഉണ്ടാക്കിയത്? എങ്ങനെയാ? ആണ്. അപ്പൊ ഓമനയുണ്ണി എങ്ങനെയാ ശബ്ദമുണ്ടാക്കിയെന്ന് ചോദ്യത്തിന് എന്നാ അർത്ഥം? ഉത്തരം എഴുതണ്ടേ? ആടിയും പാടിയും ഓടിയും ചാടിയുമാണ് ഓമനയുണ്ണി വാടിയും വീടും മുഖരമാക്കിയത്. അല്ലേ? നിങ്ങൾ ഇപ്പൊ എഴുതണ്ട, സെൻഡ് ചെയ്ത് തരും. ഓക്കെ, നെക്സ്റ്റ് എന്താ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അന്തിയിൽ തന്നെ തേടിയെത്തിയ കുഞ്ഞിന് അമ്മ നൽകിയത് എന്ത്? അല്ലെ? അന്തിയിൽ, അന്തി പറഞ്ഞ അർത്ഥം സന്ധ്യ. അല്ലെ? അന്തിയിൽ തന്നെ തേടിയെത്തിയ, നിത പറഞ്ഞ പോലെ അത്, അന്തിയിൽ തന്നെ തേടിയെത്തിയ കുഞ്ഞിന് അമ്മ നൽകിയത് എന്ത്? എന്താ നൽകിയേ? ഇതൊക്കെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാ ചെയ്തോ, പറഞ്ഞു. ചെയ്തു പറഞ്ഞു. അന്തിയിൽ ശ്രദ്ധിക്കുമോളെ. അന്തിയിൽ തന്നെ തേടിയെത്തിയ കുഞ്ഞിന് അമ്മ നൽകിയത് എന്ത്? എന്താ നൽകിയേ? നിൻ കവിൾ തങ്കത്തകിട്ടിങ്കൽ പിഞ്ചുമ്മ എൻ കണ്ണിലുണ്ണി യാത്ര വെച്ചു. അല്ലേ? വാടി വിയർത്ത് അന്തിയിലെത്തിയ സമയത്ത് എന്താ ചെയ്തത്? കവിൾ തടത്തില് എന്തു കൊടുത്തു? പിഞ്ചുമ്മ. അല്ലേ? ഓക്കെ, എന്താ എഴുതേണ്ടത്? കവിൾത്തടത്ത് പിഞ്ചുമ്മയാണ് അന്തിയിൽ തന്നെ തേടിയെത്തിയ കുഞ്ഞിന് അമ്മ നൽകിയത്. അല്ലേ? ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ആൻസർ ചെയ്യാൻ പഠിക്കണം. അതിനായി ഈ പഠന പ്രവർത്തനങ്ങൾ ഞാൻ ഇങ്ങനെ വായിക്കുന്നത്. നിങ്ങൾ ഇപ്പൊ സ്വന്തം എഴുതാനല്ല, ഇങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഉയർന്ന ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അത് പഠിക്കണം. നെക്സ്റ്റ് നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താ? അലൻ വായിക്കുന്നു. അലൻ മാത്യു തൂമലർ തേൻകുഴമ്പ് അമ്മ തേൻകുഴമ്പായി
തേൻകുഴമ്പായി അമ്മ കാണുന്നത് ആരെ? ആരെയാണ്? തൂമലർ തേൻകുഴമ്പായി അമ്മ കാണുന്നത് ആരെയാണ്? ആരെയാണ് ഈ കവിതയിൽ നിങ്ങൾക്ക് തോന്നിയത്? തൂമലർ തേൻകുഴമ്പന്റെ തങ്കം. എന്റെ തങ്കം എന്ന് പറഞ്ഞാൽ ആരാ? അമ്മയുടെ കുട്ടിയല്ലേ, അല്ലേ? തന്റെ കുട്ടിയെയാണ് തൂമലർ തേൻകുഴമ്പായി അമ്മ കാണുന്നത്. അപ്പൊ ഇത്രയാണ് ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, നിങ്ങൾ സ്വയം ചെയ്യാനല്ല, ഇതെങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നെയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തത് വാക്കുകൾ കണ്ടെത്തി എഴുതുക. കുഞ്ഞിനെ സൂചിപ്പിക്കാൻ അമ്മ ഉപയോഗിക്കുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതുക. ഏതൊക്കെയാണ് അത് നിങ്ങൾ പറഞ്ഞു തന്ന്. ആരാ പറയുന്നേ? ഈ കവിതയില് സിദ്ധാർത്ഥെ പറയോ മോനെ? സിദ്ധാന്ത് കൃഷ്ണ. സിദ്ധാന്ത് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ മോനെ. കേൾക്കുന്നില്ലേ? പറഞ്ഞേ. മ്യൂട്ട് ചെയ്തു, മ്യൂട്ടാക്കി. പറഞ്ഞോ സിദ്ധാന്ത്, അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ മോനെ. അൺമ്യൂട്ട് ചെയ്തേ. സിദ്ധാന്തിന് ക്ലിയർ ഇല്ല. ഓമന. എന്താണ് കുഞ്ഞിനെ സൂചിപ്പിക്കാൻ അമ്മ ഉപയോഗിക്കുന്ന വാക്കുകൾ? ഒന്ന്, കണ്ണിലുണ്ണി കൊടുത്തിട്ടുണ്ട്, ഓമന. ഓക്കെ, ഓമന. പിന്നെയോ? പിന്നെന്തൊക്കെയാ കൊടുത്തിട്ടുണ്ട്? എന്റെ തങ്കം, തേൻകുഴമ്പ് എന്റെ തങ്കം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ? പൈതൽ. ആരോമൽ പൈതൽ അല്ലേ? ആരോമൽ പൈതൽ ഓമനെ വിളിക്കുന്നുണ്ട്. പിന്നെയോ? തൂമലർ തേൻകുഴമ്പ് അല്ലേ? തൂമലർ തേൻകുഴമ്പാണെന്ന് പറഞ്ഞു അല്ലെ കുഞ്ഞിനെ? ഓക്കെ, അതവിടെ എഴുതണം കേട്ടോ. കണ്ണിലുണ്ണി തൊട്ടവിടെ അപ്പുറം എഴുതുക. ആരോമൽ പൈതൽ, തൂമലർ തേൻകുഴമ്പ്, ഇതൊക്കെയാണ് കുഞ്ഞിനെ വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ്, വിവരണം തയ്യാറാക്കുക. ഇത് നിങ്ങൾ ചെയ്യുമല്ലോ, മിസ് വായിച്ചു തരാം. ആടിയും പാടിയും ചാടിയും ഓടിയും വാടിയും വീടും മുഖരമാക്കി. അറിയാലോ നിങ്ങൾക്ക്? ആടിയും പാടിയും ചാടിയും ഒക്കെ ഓടിയൊക്കെ വാടിയും വീടും മുഖരമാക്കിന്നല്ലേ കുഞ്ഞ്? അത് കുട്ടി വീടും വാടിയും മുഖരമാക്കിയത് എങ്ങനെ? വരികളിലെ സൂചനകൾ വെച്ച് കുട്ടിയുടെ കുസൃതിയെ കുറിച്ച് 4 or 5 വാക്യങ്ങളിൽ ഒരു വിവരണം തയ്യാറാക്കുക. നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റുമോ? ഈ നമ്മുടെ പാട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കുട്ടി എന്തൊക്കെയാ ചെയ്തത് എന്ന് നിങ്ങള് കുട്ടിയുടെ കുസൃതിയെ കുറിച്ച് 4 or 5 വാക്യങ്ങളിൽ ഒരു ചെറിയൊരു 5 വാക്യത്തിൽ എഴുതാൻ. എഴുതിയിട്ട് വരുമോ അടുത്ത ക്ലാസ്സിൽ? നിങ്ങള് ശ്രമിക്കുമോ എല്ലാവരും? എത്ര പേര് ശ്രമിക്കും? ഓക്കെ, സിദ്ധാന്ത്, ആവണി, ജെവിൻ ജേക്കബ്, ആസിഫ് സഫ, ഓക്കെ, അലൻ മാത്യു, നിഹാര രാജേഷ്, നജ ഫാത്തിമ, നിദ ഫാത്തിമ, മുഹമ്മദ് ഫവാസ്, ജോയൽ ജോസഫ്. ഓക്കെ, എല്ലാവരും ശ്രമിക്കൂ അല്ലേ? ഓക്കെ, ശ്രമിച്ചു നോക്കണേ. ഈ ക്ലാസ് ഒരുപാട് തവണ പറഞ്ഞിട്ടില്ലേ ഈ വരികള്? അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടേ ഇല്ല. നെക്സ്റ്റ്, 5ാമത്തെ പഠന പ്രവർത്തനങ്ങൾ എന്താ? ശ്രദ്ധിച്ച എല്ലാവരും? മാതൃക പോലെ മാറ്റി എഴുതുക. അവിടെ ചെയ്യണേ, പെൻസിലുകൊണ്ട് മാതൃക ഒന്ന് കൊടുത്തിട്ടുണ്ട്. എന്ത്? പൈതലേ. എന്താ വരുന്നത്? പൈതൽ. അപ്പൊ നെക്സ്റ്റ്, ഓമനെ. എന്നാ വരുക? ഓമനേന്ന് വരുമ്പോ എന്നാ വരുക? ഓമൽ അല്ലേ? അല്ലെങ്കിൽ ഓമന, അല്ലെങ്കിൽ ഓമനെ, ഓമൽ, ഓമൽ പൈതൽ. നെക്സ്റ്റ് എന്താ? കുഞ്ഞേ. കുഞ്ഞ്, കുഞ്ഞേ എഴുതവിടെ. മകനെ, മകൻ, മകനെ എന്നുള്ളത് മകൻ അല്ലേ? ഓമനെ,
ഓമൽ, കുഞ്ഞേ കുഞ്ഞ്, മകനെ മകൻ. നെക്സ്റ്റ് മാതൃക എന്താ പറയുന്നത്? കുമാര കുമാരൻ. എന്നിട്ട് അമ്മാവ എന്താ വരുക? എന്താലൻ? അമ്മാവ അമ്മാവൻ. അലൻ മാത്യു കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. എഴുതിയോ? അപ്പൊ നെക്സ്റ്റ് എന്താ ഒരു കൂട്ടുകാരാ എന്നുള്ളത് എന്താ എഴുതേണ്ടത്? മാതൃക കൂട്ടുകാരൻ. കൂട്ടുകാരാന്നുള്ളത് കൂട്ടുകാരൻ. എഴുതുന്നുണ്ടോ എല്ലാവരും? നെക്സ്റ്റ് അച്ഛ എന്നുള്ളത് എന്താ? അച്ഛൻ. എഴുതിയേ? അച്ഛ എന്നുള്ളത് അച്ഛൻ. എഴുതിയോ എല്ലാവരും? നെക്സ്റ്റ് മാതൃക എന്താ? അടുത്ത താഴെ വരുന്ന എന്താ? കുമാരി. എന്താ എഴുതേണ്ടത്? കുമാരി എന്നുണ്ട് അല്ലേ? ഈ ചിഹ്നമുണ്ട്. അതെന്താ ആവുന്നത്? കുമാരീനെ ആവുന്നുള്ളൂ. അതുപോലെ അമ്മായി എന്നുള്ളത് അമ്മായി. ചുരുക്ക് ചിഹ്നം വേണ്ട, ചുരുക്കു വള്ളി വേണ്ട, ചെറിയ സാധാരണ ഈ ചിഹ്നം മാത്രം. അമ്മായി എന്നുള്ളത് അമ്മായി. നെക്സ്റ്റ് കൂട്ടുകാരി എന്നുണ്ട്, അത് കൂട്ടുകാരി. ചുരുക്കില്ലാത്ത വള്ളി എഴുതണം കേട്ടോ. നെക്സ്റ്റ് ചേച്ചി ചേച്ചി. എന്താ ബെനീറ്റ ഒന്നും എഴുതുന്നില്ലേ? ബെനീറ്റൊക്കെ കേൾക്കുന്നില്ലേ? ക്യാൻ യു ഹിയർ മീ ബെനീറ്റ? നോ. വൈ? ബെനീറ്റൊക്കെ കേൾക്കുന്നുണ്ടോ മിസ്സിനെ? ഓക്കെ. എഴുതിയോ എല്ലാം? ഇല്ലേ? മോള് പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുന്നില്ല. ഞാൻ മുഖത്തിന്റെ ആംഗ്യം കൊണ്ട് മനസ്സിലാക്കിയതാ. എന്തൊക്കെയോ പറയുന്നുണ്ട് കുഞ്ഞ്, എനിക്ക് മനസ്സിലാവുന്നില്ല. മ്യൂട്ടാണോ? മ്യൂട്ടല്ലാന്നാ? ഫോണ് കംപ്ലൈന്റ് ആണോ? കിട്ടിയില്ലേ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. മ്യൂട്ടാണെന്നാ? ഒന്നും കേൾക്കുന്നില്ല. സൗണ്ട് ഇല്ലേ? ഓക്കെ, കുഴപ്പമില്ലടാ. ആ, എന്തോ പറയുന്നുണ്ടാവും. നെക്സ്റ്റ് അപ്പൊ എത്ര വരെയായി? അമ്മായി എന്നുള്ളത് അമ്മായി എന്ന് എഴുതണം. കൂട്ടുകാരി എന്നുള്ളത് കൂട്ടുകാരി. ചേച്ചി എന്നുള്ളത് ചേച്ചി അല്ലേ? ഏഞ്ചൽ റോസ് എഴുതി കഴിഞ്ഞോ മോളെ? ഓക്കെ, ഫിനിഷ് ആയി അല്ലേ? ഓക്കെ. നെക്സ്റ്റ് എന്താ? സിക്സ്ത് പിരിച്ചെഴുതുക. മാതൃകയിലുണ്ട് നീ അന്തിയിൽ. പേജ് നമ്പർ കാണുന്നുണ്ടല്ലോ നിങ്ങള്? 16 ആണേ പറയുന്നത്. ആ, അവിടെ ചെയ്തോ. നീ അന്തിയിൽ എന്നുള്ളത് നീ പ്ലസ് അന്തിയിൽ. നീ അന്തിയിൽ. അലൻ ഫിനിഷ് ആയോ? അലൻ എന്റെ വെറുതെ ഇരിക്കുന്ന അലൻ മാത്യു? ആ, എഴുതിയേ. നീ അന്തിയിൽ എന്നുള്ളത് നീ പ്ലസ് അന്തിയിൽ. അപ്പൊ നീ ഇറങ്ങുക എന്നുള്ളത് എന്താവും? നീ പ്ലസ് ഇറങ്ങുക. ഇ അത് എഴുതണം കേട്ടോ. നെക്സ്റ്റ് നീ ഉറങ്ങുക എന്നുള്ളത് നീ പ്ലസ് ഉറങ്ങുക. ഉ ഇ ഉ. നാലാമത്തത്, അതായത് ഫോർത്ത് വൺ, നീ എവിടെ എന്നാണ്. അപ്പൊ നീ പ്ലസ് എവിടെയേ. ഇ ഉ ഇർ എ. എവിടെ. നീ പ്ലസ് എവിടെ. നെക്സ്റ്റ് നീ ഒരുങ്ങുക. നീ പ്ലസ് ഒരുങ്ങുക. ഓ. ഇ ഉ ഇർ എ ഐ ഓ. ആ ഓയാ എഴുതണ്ട കേട്ടോ. നീ പ്ലസ് ഒരുങ്ങുക. അത്രയും മതിന്നേ. നമ്മുടെ ടൈം ഏകദേശം, ക്ലാസ്സിന് ടൈം കഴിയാറായി. ടൈം ഈസ് ഓവർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പഠിക്കാം. നിങ്ങൾക്ക് ഒരു വർക്ക് ഇന്ന് മിസ് തന്നിട്ടുണ്ട് അല്ലേ?
ഒന്നുകൂടി ആയാൽ അധികമാവോ? താഴെ ഏഴാമത്തതൊന്ന് ശ്രദ്ധിച്ചിട്ട് വരണം എല്ലാവരും. ഏഴാമത്തെ കണ്ടോ, വരികൾ പൂർത്തിയാക്കുവാന്നുണ്ട്. എന്ത്? ചുവന്ന നിറത്തിലുള്ള വാക്കുകൾക്ക് പകരം പദം ചേർത്ത് വരികൾ പൂർത്തിയാക്കുക. പ്രാവേ പ്രാവേ പോകരുതേ, വാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. ആ ചുവന്ന നിറത്തിലുള്ള വാക്കുകൾക്ക് പകരം പദം ചേർത്ത് വരികൾ പൂർത്തിയാക്കിയിട്ട് വരണേ. ഓക്കെ, ശരി. അപ്പോ ഇന്നത്തെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായേ. പിന്നെ എന്നാന്ന് എട്ടാമത്തെ ഒന്ന് ചൊല്ലി രസിക്കാമുണ്ട്. നമുക്ക് നല്ലപോലെ ചൊല്ലാം അടുത്ത ക്ലാസ്സിൽ. ഒന്ന് പാടിത്തരുമോന്നോ?